സർ, കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി ജില്ലകൾ നമ്മൾ നേരത്തെയുള്ള ചർച്ചകൾ വിശകലനം ചെയ്തിരുന്നു. അതിൽ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം അല്ലേ, 3 ജില്ലകളായിരുന്നു. ഇന്ന് നമ്മൾ ഏത് ജില്ലയാണ് എടുക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ തലസ്ഥാന ജില്ലയിലേക്ക് വരികയാണ്, തിരുവനന്തപുരത്തേക്ക്. വലിയ പ്രധാനപ്പെട്ട ഒരു ജില്ല. പണ്ട് ഒരു ചൊല്ലുണ്ട്, തലസ്ഥാന ജില്ല ആര് പിടിക്കുന്നുവോ അവരായിരിക്കും ഭരണത്തിൽ വരുന്നത്. അത് ശരിയാണ്. ഇപ്പോൾ തലസ്ഥാന ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 എണ്ണവും LDF ആണ്. ഒരിടത്ത് മാത്രമാണ് UDF കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത്. അത് കോവളം നിയോജക മണ്ഡലം. M. വിൻസെൻ്റ് ആണ് അവിടുത്തെ MLA. അപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ജില്ല കൂടിയാണ്. BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജില്ലയാണ് തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ എന്നീ 3 ജില്ലകളാണ് BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു 4 അല്ലെങ്കിൽ 5 സീറ്റ് വരെ BJP നേടും എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനവും നടത്തുന്നു. ഈ 13 LDFിൻ്റെ സീറ്റുകളിൽ നിന്ന് കോൺഗ്രസ് എത്ര നേടും എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2016 BJP ആദ്യമായി കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറന്നതും ഈ തലസ്ഥാന ജില്ലയിൽ നിന്നാണ്, നേമം മണ്ഡലത്തിൽ നിന്നാണ്. അപ്പോൾ ഈ തലസ്ഥാന ജില്ലയ്ക്ക് എന്തുകൊണ്ടും പ്രാധാന്യമുണ്ട്. 140 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 14 എണ്ണം തലസ്ഥാന ജില്ലയ്ക്കാണ്. അപ്പോൾ സാർ പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരം തന്നെയാണ്. കാരണം ആര് ജയിക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ തന്നെയായിരിക്കും അല്ലേ? തിരുവനന്തപുരത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരമാണ്. ഇപ്പോൾ നമുക്ക് UDF നേടാൻ പോകുന്ന ഒരു ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് ഈ പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടില്ല, UDF അധികാരത്തിൽ വരുമെന്നൊക്കെ കണക്ക് കൂട്ടുന്നു. BJP സ്ഥാനം ഉറപ്പിക്കും കേരള നിയമസഭയിൽ എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ UDF എത്രത്തോളം സീറ്റ് പിടിക്കുമെന്ന് ആദ്യം നോക്കാം. നമുക്ക് നിലവിലുള്ള കോവളം നിയോജക മണ്ഡലം അവർ നിലനിർത്തും. കാരണം അവിടെ വിൻസെന്റിന് അനുകൂലമായ ഒരു സാഹചര്യമാണ്, വളരെ ജനകീയനാണ്, അദ്ദേഹത്തെക്കുറിച്ച് വലിയ പരാതി ഒന്നുമില്ല. കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം നിൽക്കുന്നു, അതുകൊണ്ട് ആ മണ്ഡലം അവർ നിലനിർത്തും. 2, വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് ഉന്നം വയ്ക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിന് നോട്ടമിട്ടിരിക്കുന്നതും BJPയും ഉണ്ട്. എടുത്തു പറയേണ്ട കാര്യമാണത്. വട്ടിയൂർക്കാവില് 2011-ലും 2016-ലും നമ്മുടെ K. മുരളീധരൻ ജയിച്ച മണ്ഡലമാണ്. 2016 വിജയിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് 2019 വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് മുരളീധരനെ വണ്ടി കയറ്റി വിട്ടത്. 2019 അവിടെ നിന്നും വിജയിച്ചു. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നു ഇവിടെ വട്ടിയൂർക്കാവിൽ. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ മേയറായിരുന്ന ബ്രോ എന്ന വിശേഷണത്തോടു കൂടിയ VK പ്രശാന്ത് വിജയിച്ചു കയറുകയും ചെയ്തു. കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടുപോയി നശിപ്പിച്ചു കൊടുത്തതാണെന്ന്. അത് മുരളീധരൻ അത് നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുവന്ന ഒരു മണ്ഡലമാണത്. വളരെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ്. പണ്ട് മുരളീധരനെ വടക്കഞ്ചേരി മത്സരിക്കുമ്പോൾ കാറിനകത്ത് നിന്ന് ഇറങ്ങാതെ വോട്ട് ചോദിച്ചിരുന്ന മനുഷ്യനാണ്. അന്ന് മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തോറ്റ് തുന്നം പാടുകയും ചെയ്തു. പക്ഷെ ആ മുരളീധരൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് വട്ടിയൂർക്കാവിൽ കണ്ടത്. അങ്ങനെ വട്ടിയൂർക്കാവില് വിജയിച്ച് നിൽക്കുന്നു. അവിടെ മുരളീധരന് വീണ്ടും അവിടെ തന്നെ വരണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതിശക്തമായ ത്രികോണ മത്സരം. കാരണം BJP ഉന്നം വെച്ചിരിക്കുന്ന മണ്ഡലമാണ്. BJP അവിടെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ പേര് പറയുന്നുണ്ട്, നടൻ. അതുപോലെ തന്നെ IG ശ്രീലേഖയുടെ പേര് പറയുന്നുണ്ട്. നായർ വോട്ടുകൾ നല്ലവണ്ണം ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. തിരുവനന്തപുരം ഹൃദയമാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അത് UDFിൻ്റെ കണക്ക് കൂട്ടലിൽ നിൽക്കുന്നു. 3, തിരുവനന്തപുരം സെൻട്രൽ, അതായത് പഴയ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം. അത് അവിടെ ഇപ്പോഴത്തെ MLA എന്ന് പറയുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജുവാണ്. അതിനി ഉണ്ടാകത്തില്ല. ആന്റണി രാജുവിൻ്റെ സീറ്റ് CPM പിടിച്ചു വാങ്ങിക്കും. ആന്റണി രാജുവിന് ലത്തിൻ സഭയുടെ പിന്തുണയില്ല. ആന്റണി രാജു മത്സരിച്ചാലും രാവിലെ 8 മണിയാകുമ്പോഴേ തോക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശിവകുമാറാണ്. ശിവകുമാറിന് ഈ മണ്ഡലത്തിൽ നിന്ന് മാറ്റിയിട്ട് അരുവിക്കരയിൽ പരാജയപ്പെട്ട സ്റ്റീഫനോടെ പരാജയപ്പെട്ട ശബരിനാഥിനെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ്. കോൺഗ്രസിന് G. കാർത്തികേയൻ്റെ മകനാണ്.
അവിടെ ഉപതെരഞ്ഞെടുപ്പിലൂടെ അന്ന് ജയിച്ച് കയറി വന്ന് പിന്നീട് അവിടെ ഒരു വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടാക്കി നിലനിർത്തിക്കൊണ്ടു പോകുന്നതാണ്. പക്ഷേ ശബരിനാഥിന്റെ വേണ്ടത്ര പ്രവർത്തനം അവിടെ ഉണ്ടാകാത്തത് കൊണ്ട് അരുവിക്കര കയ്യിൽ നിന്ന് പോയി. അരുവിക്കര അവർക്ക് തിരിച്ചു പിടിക്കാനായിട്ട് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നിരുന്ന ശിവകുമാറിനെ അരുവിക്കരയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം UDF ഘടകകക്ഷിയായ CMB ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. CMBയിലെ CP ജോൺ മത്സരിക്കണം. CP ജോൺ പ്രവർത്തനം വരെ തുടങ്ങി. അപ്പോൾ അത് ഏത് രീതിയിൽ പോകുമെന്ന് അറിയത്തില്ല. അവിടെ ഒരു തർക്ക വിഷയം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 3 തിരുവനന്തപുരം സെൻട്രൽ UDF നേടിയെടുക്കും എന്നുള്ള കണക്കുകൂട്ടൽ ഉണ്ട്. 4 അരുവിക്കര ശിവകുമാറിലൂടെ തിരിച്ചു പിടിക്കാം എന്നുള്ള കണക്കും ഉണ്ട്. പിന്നെ വർക്കല 5ാമത്തെ. വർക്കലയിലും ഇവർക്ക് UDFന് അനുകൂലമായ സാഹചര്യം അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അവിടെ മുസ്ലിം വിഭാഗത്തിലുള്ള വോട്ടുണ്ട്, ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 മണ്ഡലങ്ങൾ ഇവർക്ക് നേടാം എന്നൊരു വിശ്വാസം. കോവളം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, അരുവിക്കര, വർക്കല. പക്ഷെ അപ്പോഴും വേറെ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആര്യ രാജേന്ദ്രന്റെ പലവിധ വിവാദങ്ങളിൽ പെട്ടുകിടക്കുകയാണ്. അപ്പൊ BJPയുടെ കൗൺസിലേഴ്സ് ആണ് കൂടുതലും ആര്യക്കെതിരായിട്ട് നിൽക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കും എന്നുള്ള നിലയിലാണ്. കാരണം കുറച്ചുകൂടി ഒരു ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് മറിയുവാണെങ്കിൽ അത് കോൺഗ്രസിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാരമായി ബാധിക്കാൻ സാധ്യതയില്ല. ഉണ്ടാകും. BJPക്ക് പിന്നെ നേടാവുന്ന മണ്ഡലങ്ങളുണ്ട്. നേമം അവർ നേടിയെടുക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 22,000-ലധികം കടന്നതാണ്. കഴക്കൂട്ടം BJP നേടിയെടുക്കുമെന്നുള്ളതാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഇനി മത്സരിക്കാൻ സാധ്യത ഇല്ല. അദ്ദേഹത്തെക്കുറിച്ച് നിരവധി പരാതിയുണ്ട്. അതുപോലെ തന്നെ 2 തവണയായിട്ട് വിജയിക്കുകയാണ്. 2 തവണ എന്നുള്ളത് പാർട്ടിയിൽ ഒരു കണക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ വി മുരളീധരനാണ് അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ പോകുന്നത്. അല്ലെങ്കിൽ 3 കാട്ടാക്കട തലസ്ഥാന ജില്ലയിൽ വരുന്നതാണ് കാട്ടാക്കട. അവിടെ ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുകയും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ UDFന് കൂടുതൽ അത് ചിലയിടങ്ങളിലേക്ക് ചിത്രം മാറി വരുമെന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഈ UDFനകത്ത് ഇവരുടെ UDF കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും വട്ടിയൂർക്കാവ് എങ്ങനെ മാറുമെന്നുള്ളതിനകത്ത് വലിയ സംശയമുണ്ട്. വട്ടിയൂർക്കാവ് ശക്തമായ CPM അവിടെ 3ാം സ്ഥാനത്തേക്ക് പോവുകയുള്ളൂ. അത് ഉറപ്പായ കാര്യമാണ്. ഉറപ്പായും ജയിക്കും. കാരണം അവിടെ മുരളീധരന് ഒരു വല്ലാത്ത ജനപിന്തുണയുണ്ട്. മുരളീധരന് ഈ മണ്ഡലം തന്നെ മതി എന്നുള്ള രീതിയിലാണ്. പണ്ട് കരുണാകരന് മാള എങ്ങനെയായിരുന്നു, മാളയിലെ മാണിക്യം എന്നാണ് പറഞ്ഞത്. അവിടെ വട്ടിയൂർക്കാവ് വലിയ പിന്തുണ മാത്രമേ നന്നായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവിടെ പ്രവർത്തകരോടൊപ്പം നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് അനുഭവികൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ്. BJP മണ്ഡലം പൊട്ടിക്കാനായിട്ട് കൊണ്ടുവന്നതായിരുന്നല്ലോ നേമത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അങ്ങനെ നിയമം പൂട്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ശിവൻകുട്ടിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ നേമത്ത് BJPയുടെ കണക്കുകൂട്ടൽ ഉണ്ട്. കഴക്കൂട്ടത്ത് പിന്നെ കാട്ടാക്കടയിലെ PK കൃഷ്ണദാസിനെ നിർത്തി വിജയിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം. PK കൃഷ്ണദാസ് ഇത് കാട്ടാക്കട എന്ന് പറയുന്നത് ആറ്റിങ്ങൽ നിയമസഭാ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. അവിടെ വി മുരളീധരന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനം വന്നതാണ് കാട്ടാക്കട. അപ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണദാസിന് സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ UDFന് ഈ തലസ്ഥാന ജില്ലയിലെ ഒരു 5 മണ്ഡലങ്ങൾ നേടിയെടുക്കാൻ കഴിയും. 3ഓ 4ഓ മണ്ഡലങ്ങളിൽ BJP പോകും. ബാക്കിയുള്ളിടങ്ങളിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല LDFനാണോ അല്ലയോ എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.